ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല, നമ്മൾ കിച്ചണിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കിച്ചൺ ടിപ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ചായ കുടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ചായ കുടിക്കുമ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഒന്നോ രണ്ടോ ഏലക്ക ചതച്ചിടാറുണ്ടല്ലേ. അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ചായ കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഏലക്ക ചതച്ചിടാറുണ്ട്. എങ്കിൽ അതിനൊരു സൂത്രപ്പണിയുണ്ട്. നമ്മളൊരു 10-15 ഏലക്ക എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഇടികല്ലിലോ അമ്മിക്കല്ലിലോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. പക്ഷേ ഇപ്പോഴത്തെ ഈ ഏലക്കയുടെ തോടിനൊക്കെ വിഷമൊക്കെ ഉള്ള നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തോല് മാറ്റിയിട്ട് ആ സീഡ് മാത്രം പൊടിച്ചെടുത്തത് നമ്മൾ ഏത് പാത്രത്തിലാണോ ടിന്നിലാണോ തേയില ഇട്ട് വെക്കുന്നത് ആ തേയിലയിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 1-2 ഏലക്ക ചിലവാകുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് ഈ ഒരു ടിന്നിലെ തേയില തീരുന്നത് വരെ നമുക്കൊരു 10-15 ഏലക്കയെ നമുക്ക് തീരത്തുള്ളൂ. മാത്രമല്ല നമുക്ക് നല്ല സ്വാദിഷ്ടമായ ചായ ഇതിട്ട് കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പായിട്ട് തോന്നുന്നുണ്ട്. അടുത്ത് നമുക്കൊരു സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് കോഫി കുടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ടിന്നിൽ ഇപ്പോൾ ഞാനൊരു 1/4 ഭാഗം കോഫി പൗഡറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു അളവിലാണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോഫി പൗഡർ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കടുങ്കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഇത് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടുങ്കാപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കൂടുതലും കടുങ്കാപ്പിക്ക് കുടിക്കാനാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ട് കുടിക്കുമ്പോൾ നമുക്ക് ഉലുവയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ കടുങ്കാപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചില കടുങ്കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗുഡൻസ്. അടുത്തതായിട്ട് നമുക്ക് എപ്പോഴുള്ളൊരു പ്രശ്നമാണ് ഇതേപോലെ പഞ്ചസാര ടിന്നിൽ ഉറുമ്പ് അല്ലെങ്കിൽ ചെറു പ്രാണികളൊക്കെ കയറുക എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു പോംവഴിയുണ്ട്. നമ്മുടെ കയ്യിൽ ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ ഒരു 6-7 ഗ്രാമ്പൂ ഇതേപോലെ പഞ്ചസാര ടിന്നിൽ ഇട്ട് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ ഉറുമ്പ് ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവുകയില്ല. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത 4ാമത്തെ ടിപ്പെന്ന് പറയുന്നത് വീട്ടമ്മമാരെ എപ്പോഴും ആവശ്യമുള്ള ഒരു ടിപ്പാണ് കേട്ടോ. കാര്യം നമ്മൾ ഇതേപോലെ പാല് ഗ്യാസിൽ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ മിക്കവരുടെ വീട്ടിലും ഇതേപോലെ പാല് തൂവി പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ എൻ്റെ ഇടയ്ക്കിൽ ഇതേപോലെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഒരു ടിപ്പുണ്ട്. അതായത് ഇതേപോലെ തന്നെ നമ്മൾ പാല് തിളച്ച് തൂവുന്നതിന് മുകളിൽ ഒരു തവി ഇങ്ങനെ എടുത്ത് വെക്കുക, ക്രോസ് ആയിട്ട് വെക്കുക. പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധിക്കുക, ഫുൾ ഫ്ലെയിമിൽ പാല് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തൂവി പോകാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു തവി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാലോ ഇത് തൂവി പോവുകയില്ല. ഇതേപോലെ പാലിങ്ങനെ ഫുൾ പൊങ്ങി വന്നതിന് ശേഷം വീണ്ടും അത് ഈ തവി ഇരിക്കുന്നതുകൊണ്ട് താന്നു പോകും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാ വീട്ടമ്മമാർക്കും എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാല് ഒഴിച്ച് വെക്കുമ്പോൾ എടുത്ത് മാറ്റി വെക്കാറുണ്ടല്ലേ. ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ ഉറയും കൂടെ എടുത്ത് കറിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൽ ഒഴിക്കാനുള്ള കാണുകയില്ല. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ പാല് നന്നായിട്ട് തിളപ്പിച്ച് ചെറിയ ചൂടോടെയുള്ള പാലിൽ ഒരു പച്ചമുളക് അതിൻ്റെ ഞെട്ടോട് കൂടി തന്നെ ഇങ്ങനെ ഇട്ട് വെക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞ് നിങ്ങൾ പിറ്റേ ദിവസം ഒന്ന് തുറന്നു നോക്കൂ, നല്ല തൈര് കിട്ടും. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ പുളി കുറച്ച് കുറവായിരിക്കും, എങ്കിലും നല്ല തൈര് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു പച്ചമുളക് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പിറ്റേ ദിവസം തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, നല്ല തൈരാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അടുത്ത ഒരു ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരയൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ ചിലർ ഒഴിച്ച് വെച്ചാൽ ഭയങ്കര പുളിയാണെന്ന് പറയാറുണ്ട്. തൈര് ചിലവർക്ക് ഒത്തിരി പുളിയായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ പുളിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ ധാരാളം പുളിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അപ്പോൾ ഈ പുളി കുറയാനൊരു ഗുട്ടൻസ് ഉണ്ട്. ഇതേപോലെ ചെറിയ തേങ്ങാക്കൊത്തുകൾ നമ്മൾ ആ തൈരിൽ ഇട്ട് വയ്ക്കുക.
എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അതിൽ മൂടി വയ്ക്കുക, അതായത് അതിൽ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം നിങ്ങൾ തുറന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നമ്മൾ തലേദിവസത്തെ പുളി അത്രയും പുളി ഇതിൽ കാണുകയില്ല. കാര്യം ഈ തേങ്ങാക്കൊത്ത് പുളിയെല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കാണും. അപ്പം നമുക്ക് തൈരിന് കറക്റ്റ് ഒരു പുളി ഉണ്ടായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഈ ടിപ്പുകളെല്ലാം എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തലേദിവസം കടലയൊക്കെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുകയല്ലോ പിറ്റേ ദിവസം കടലക്കറിക്ക്. എന്നാലും നമ്മൾ കടല കുതിർത്ത് വെക്കാൻ മറന്നു പോയെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കാസറോൾ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ എത്രയാണോ കടല ഇട്ട് വെക്കുന്നത് ഇട്ട് വെക്കുക. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ അടച്ചു വെക്കുക. 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ കടല നല്ല സോക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. കടല നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കടല കൊണ്ട് നമുക്ക് കറി വെച്ച് കഴിച്ചാൽ നമ്മൾ സാധാരണ തലേ ദിവസം ഇട്ട് വയ്ക്കുന്ന ആ ഒരു കടലവിട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയും അടുത്തൊരു ടിപ്പാണ്, ഇഞ്ചി നമ്മൾ നന്നാക്കുമ്പോൾ ഈ പിച്ചാത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ സൈഡ് വശമൊക്കെ നമുക്ക് പിച്ചാത്തി കൊണ്ട് എടുക്കാൻ പാടായിരിക്കും. അതേസമയം ഇതേപോലെ അരികു മൂർച്ചയുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇഞ്ചി വൃത്തിയാക്കാൻ സാധിക്കും. അതിൻ്റെ ഇടയഭാഗത്തും എല്ലാം ഇതേപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇത് കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മൾ കത്തിയൊക്കെ കൊടുക്കാൻ പേടിയുള്ളപ്പം ഇതേപോലെ സ്പൂൺ കൊടുത്തു കഴിഞ്ഞാൽ അവരാണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള അരികു വശം കൂർത്ത സ്പൂൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇഞ്ചി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു ടിപ്പാണ്, ഇത് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കറിക്കത്തി ഉപയോഗിക്കുമ്പോൾ അതിന് മൂർച്ച പോരായെങ്കിൽ ഇതേപോലെ ഒരു കപ്പ് തിരികെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതേപോലെയുള്ള ഒരു കപ്പായിരിക്കണേ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇതേപോലെ അരികു വശം ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാകും കേട്ടോ. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ മിക്സിയുടെ ചെറിയ ജാർ എപ്പോഴും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണല്ലേ. അപ്പോൾ അതിൻ്റെ ബ്ലേഡിന് മൂർച്ച കുറയാൻ പെട്ടെന്ന് സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നല്ല മൂർച്ച ഉണ്ടാവും. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ശർക്കര വാങ്ങിച്ചു വെക്കുമല്ലേ. അപ്പോൾ കുറേ ദിവസം ശർക്കര വെച്ച് കഴിയുമ്പോൾ ശർക്കരയ്ക്ക് ഒരു പ്രത്യേക ഒരു മണമായിരിക്കും. മാത്രമല്ല നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമല്ല. അതേസമയം നമ്മൾ വാങ്ങിക്കുന്ന ശർക്കര അപ്പോൾ തന്നെ ഇതേപോലെ ഒന്നൊരു കല്ല് ഉപയോഗിച്ചൊന്ന് പകുതി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതങ്ങ് പാനിയാക്കി വെക്കാം. പാനിയാക്കിയതിന് ശേഷം ഇതേപോലെ നമ്മൾ അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലെ മണ്ണും അഴുക്കും എല്ലാം നമ്മൾ അപ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള ശർക്കര പാനി കിട്ടും. നമുക്ക് എന്ത് ആഹാരം ഉണ്ടാക്കുമ്പോഴും ശർക്കര ചേർക്കാൻ എളുപ്പമുണ്ട്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും കേടുകൂടാകാതെ ഇരിക്കും. അപ്പോൾ ടിപ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.